ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈദ് മുബാറക് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു ഈദ് വ്ളോഗ് കണ്ടു നോക്കാം. പള്ളിയിൽ പോകണം. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഈദ് കൂടുന്നത്. കോസ്റ്റ്യൂം നോക്കട്ടെ. കുറേ കാലത്തിന് ശേഷമാണ് മുണ്ടെടുക്കുന്നത്. അതെ, അതിൻ്റെ ഒരു അസ്കിത ഉണ്ടല്ലേ. ഉമ്മ അടുത്ത് പോയിട്ട് പോവാം. എല്ലാരോടും ഈദ് മുബാറക് പറഞ്ഞേ. ഇനി എൻ്റെ കോസ്റ്റ്യൂം വീഡിയോ ഉണ്ട്. എന്തല്ലേ അടിപൊളിയല്ലേ? മാഷാഅല്ലാ. ഹലോ. യെസ്. അതെ, നല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. ഇതെവിടെ? റിസോർട്ടില്? ദിസ് ഈസ് യുവർ ഹോം? സ്വന്തം വീടിനെ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് പൊക്കുന്ന ആൾ. എൻ്റെ വീടല്ലേ, ലുക്കിൻ്റെ വീടല്ലേ? എൻ്റെ വീടല്ല, ലുക്കിൻ്റെ വീട്. നമ്മുടെ വീടാ. ദിസ് ഈസ് നൈസ്. ലൈക്ക് മമ്മൂക്ക. പക്ഷെ മമ്മൂക്ക ഇടുന്നത് നല്ല കുളപ്പൻ ബ്രാൻഡാണ്. നമുക്കൊരു ശരാശരി ബ്രാൻഡാണ്. അതെ. ജോലി ആദ്യമായിട്ട് ഐശ്വര്യത്തോടു കൂടി 7 മണിക്ക് ചായ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ പുലിപ്പാറ പള്ളിയിലെ സംഭവമാണ് ഈ കേൾക്കുന്നത്. മൈക്കിൽ തൊട്ടടുത്താണ് കേട്ടോ പള്ളി. എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല രസമുണ്ടല്ലേ കേൾക്കാന്. അത്ര അടുത്താണ്. ഒരു സുബഹി നമസ്കാര ശേഷം പള്ളിയുടെ അകത്തളത്തിൽ ഒരുമിച്ച് കൂടിയവരാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഗൈസ്, പള്ളി വിട്ട് വന്ന ഉടനെ ഉമ്മ തയ്യാറാക്കിയ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ വിഭവമായ ഈ ഒറട്ടി ഉണ്ടായിരുന്നു. ഒറട്ടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ ഒരു മട്ടൻ്റെ സൂപ്പ് കറി ഉണ്ടായിരുന്നു, എല്ല് കറി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബീഫ് ഫ്രൈയും ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസാണ് നമ്മൾ മോർണിംഗിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നല്ല, പ്രത്യേക കൈപ്പുണ്യാണ് കേട്ടോ ഉമ്മക്കുള്ളത്. എന്തായാലും ഇക്കുവിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഇക്കും വാപ്പായും ഉമ്മായും നമ്മൾ 4 പേരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഈ ഒരു ഈദ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഹെസ ബേബി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊപ്പം. ഗൈസ്, ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ യൂട്യൂബ് വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഇല്ലാത്തത് കാരണം നിങ്ങളാരും വിഷമിക്കേണ്ട. നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുക, നമ്മുടെ റീൽസ് ഒന്നും കണ്ടുവെക്കുക. അതായിരുന്നു കേട്ടോ എൻ്റെ ഇതിൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം. ഇക്കുവിന് ഒറട്ടി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മലപ്പുറക്കാരനായതുകൊണ്ട് ഇക്കുവിന് ഒറട്ടിയേക്കാളും ഒന്നും കൂടി ഇഷ്ടം നൈസ് പത്തിരിയാണ് ഗൈസ്. എന്തായാലും ഇക്കു കൂടുതലും കഴിച്ചത് അപ്പമായിരുന്നു. ഇഷ്ടപ്പെടാതെയൊന്നും ഇരുന്നില്ല. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ബോട്ടിയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് സത്യത്തിൽ ഈ ഒരു ബോട്ടി ടേബിളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ചോറ് നമ്മൾ കഴിക്കാൻ പോവല്ലേ, സ്പെഷ്യൽ. രാവിലെ ചോറ് കഴിക്കോ? പിന്നെ നമ്മളോട് രാവിലെ ചോറ് കഴിക്കും പെരുന്നാൾ ദിവസം. Is it? Yes. Oh God. ഇവിടെ രാവിലെ ചോറ് കഴിക്കൂല, പറ്റത്തില്ല. പിന്നെ ഒരു പടല പഴവും കൊണ്ടുവച്ചിട്ടുണ്ട്. ആനയാന്ന് വിചാരിച്ചോ?
എന്തായാലും ഗൈസ് നോർമൽ റീൽ എടുത്തതാണ്, അബദ്ധത്തിൽ ഈ ഒരു യൂട്യൂബ് വ്ളോഗ് ആയിപ്പോയി. എന്തായാലും അത് എടുത്തത് കാര്യമായി. അതുകൊണ്ട് തന്നെ എൻ്റെ കോസ്റ്റ്യൂം പകുതിയെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. അതേപോലെ ഇനിയിപ്പോൾ ഹെസ ബേബിയുടെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതാണ് ഹെസമോളുടെ കോസ്റ്റ്യൂം. അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാഫ് കോസ്റ്റ്യൂം മാത്രമേ നിങ്ങൾക്ക് കാണാൻ യോഗമുള്ളൂ. ബാക്കി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ വിട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ. എൻ്റെ മൂത്തുമാടെ വീട്ടിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, അതായത് ഞങ്ങളുടെ ബാബി ആണ് ഇക്കണ്ട വിഭവങ്ങൾ അത്രയും തയ്യാറാക്കിയത്. ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങ് തള്ളി വെളിയിൽ വന്നു പോയി. ഇത്തിരി പോകുന്ന ഈ ബാബി എങ്ങനെ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയെന്ന് ഞാനിങ്ങനെ കണ്ണ് തള്ളി ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. എല്ലാ കറികളും ഒന്നിലൊന്നിലും മെച്ചപ്പെട്ട ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സദ്യ. എന്തായാലും പെരുന്നാൾ ദിവസമായിട്ട് ഒരു വെറൈറ്റിക്ക് ബിരിയാണിക്ക് കയറി സദ്യ വച്ച് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും നോൺ വെജ് സദ്യയായിരുന്നു കേട്ടോ. പക്ഷേ ഇക്കൂന് എന്തോ ചതി പറ്റിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇക്കൂന് വെജിനേക്കാളും കൂടുതൽ ഇഷ്ടം നോൺ വെജ് ഐറ്റംസാണ്. എന്തായാലും അവർ അത് കണ്ടറിഞ്ഞ് തന്നെ ഇതിനകത്തൊരു ബീഫിൻ്റെ ഐറ്റം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇക്കു ഒരു പ്രശ്നമില്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഓരോ കറികളും കൂട്ടുകറികളും ഒക്കെ ചേർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പായസം അടപ്രഥമൻ അതോ അടപ്പായസം അങ്ങനെ എന്തോ ആണ് അതിനെ പറയുന്നത്. എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള പേരുകളും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്നെ ആരും പൊങ്കാലയിടാൻ വേണ്ടി വരരുത്. ലൈറ്റായിട്ട് എൻ്റെ ഒരു ഈദ് കോസ്റ്റ്യൂം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈദ് കോസ്റ്റ്യൂം കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിഷമിച്ച ആൾക്കാർക്ക് വേണ്ടി ഇത് കണ്ടോളൂ കേട്ടോ. എൻ്റെ ഇക്കുമൊക്കെ എന്താ പറയുക, ഇക്കുൻ്റെ ഇലയിൽ ഫുഡൊക്കെ നന്നായി വടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതെ. ഇത് എൻ്റെ വേറൊരു നാത്തൂനാണ്, എൻ്റെ ബ്രദറാണ് അടുത്തിരിക്കുന്നത്. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ അത്. ഇളയ ബ്രദറും എന്താ പറയുക നാത്തൂനുമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ ഒരു സദ്യ കൊണ്ടിട്ട് ഞങ്ങൾ നേരെ പാരിപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ. അപ്പോൾ ഡിന്നർ അവിടെ നിന്നായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെരുന്നാൾ ദിവസമായിട്ട് ഓടി നടന്നാണല്ലോ ഫുഡ് കഴിക്കുന്നതെന്നുള്ളത്. അപ്പം അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഓടി നടന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസം ഇക്കു തിരിച്ച് ദുബായിക്ക് പോവാണ്. അപ്പോൾ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുമ്മയുടെ വീട്ടിൽ അവർക്കൊരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കോഴിക്കുഞ്ഞിനെ കൊച്ചാപ്പ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെസമോൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെസമോൾ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു കോഴിക്കുഞ്ഞിനെ കാണുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇവള് അതിനെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. പക്ഷേ ആൾ വലുതായിട്ടൊന്നും ഉപദ്രവിച്ചില്ല, എന്നാൽ ചെറുതായിട്ട് ഉപദ്രവിക്കാതെ ഇരുന്നിട്ടുമില്ല. ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണ് കേട്ടോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തായാലും ഇത് കുഞ്ഞുമ്മയുടെ വീട്ടിലെ വിഭവമായിരുന്നു. ഇറച്ചിച്ചോറും ബീഫ് ഫ്രൈയും. ബീഫ് ഫ്രൈ എല്ലായിടത്തും മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിലും അതേപോലെ കരുനാഗപ്പള്ളിയിലും പാരിപ്പള്ളിയിലും ഒക്കെ അതൊക്കെ തന്നെ. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ